this video, we'll be discussing the topic Articles of Association as well as the difference between Articles of Association and Memorandum of Association. During our previous class, we have discussed in detail about the Memorandum of Association, and we came to know that Memorandum of Association is the charter document of a company. It is the major and important document of a company. Similarly, Articles of Association is another document which consists of the rules and regulations of a company framed for the purpose of internal management of its affairs. So, Articles of Association എന്താണ് എന്ന് അറിയുന്നതിന് മുൻപ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. Memorandum of Association എന്ന് പറയുന്നതാണ് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള ഡോക്യുമെന്റ്, ഏറ്റവും ഫസ്റ്റ് വരുന്ന ഡോക്യുമെന്റ്. അത് കഴിഞ്ഞിട്ട് Memorandum of Association സബോർഡിനേറ്റ് ആയിട്ട് മാത്രമാണ് ഈ Articles of Association വരുന്നത്. ഇതിന്റെ പർപ്പസ് മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. കാരണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കമ്പനിയുടെ അകത്തുള്ള ഇന്റേണൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാനും അതേപോലെ തന്നെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സും മറ്റ് ലക്ഷ്യങ്ങളും ക്യാരി ഔട്ട് ചെയ്ത് വൃത്തിയായി നടത്തിക്കൊണ്ടു പോകുവാനും വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. നമ്മൾ ആദ്യം മനസ്സിലൊരു വലിയ പ്ലാൻ സെറ്റ് ചെയ്യുന്നു, മേജർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്നു, ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിനുവേണ്ടി കമ്പനിയുടെ അകത്ത് ഇന്റേണലി എന്തൊക്കെ കാര്യങ്ങൾ വൃത്തിയായി മാനേജ് ചെയ്യണം എന്നൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തന്റെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കില്ല. മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞതിൽ അപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കമ്പനി പ്രവർത്തിച്ചാൽ അതിനെ നമ്മൾ അൾട്രാ വയേഴ്സ് ദ കമ്പനി എന്ന് വിളിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു വാക്ക് കാണും, അൾട്രാ വയേഴ്സ് ദ കമ്പനി. ദാറ്റ് മീൻസ് അൾട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ ബിയോണ്ട് ദ പവേഴ്സ് എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് കമ്പനിയുടെ പവറിൽ അപ്പുറമുള്ള കാര്യമാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ഒരിക്കലും നമുക്ക് തിരുത്താനും സാധിക്കില്ല. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഒരു കമ്പനി ചെയ്താൽ, പക്ഷെ ആ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യം മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം. കാരണം എന്താ, മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള്. സോ മെമ്മറാൻഡത്തിൽ പറയുകയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കമ്പനി ചെയ്താലും വലിയൊരു പ്രശ്നം വരുന്നില്ല. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് വഴി ആ വേണ്ടുന്ന മാറ്റം വരുത്തി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആ കാര്യം കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോഴാണ് മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ പേർപ്പസും മനസ്സിലാവുള്ളൂ. സോ ആസ് യു സീ ഓൺ ദി സ്ക്രീൻ, യു ക്യാൻ സീ few features of articles of association. I have already said this. The first one is the articles of association are the rules and regulations of the company. Second one, this articles of association is designed for the purpose of internal management of its affairs as well as carrying out the objectives and aims of Memorandum of Association. നമ്മൾ ഇന്നലെ മെമ്മറാൻഡം പഠിച്ചപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കും ഇനി വരാനിരിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിനോടും ഒക്കെയാണ് നമ്മൾ അതിലൂടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ല. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു കമ്പനിയുടെ അകത്തുള്ള ഇന്റേണൽ മാനേജ്മെന്റിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്നത്. The third feature is Articles of Association deals with the rights of members of a company. And the fourth one, it is controlled by the contents of MOA. MOA means Memorandum of Association. So, ഒരു Articles of Association എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള ലക്ഷ്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ്, നടത്തിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുപോലെ കമ്പനിയുടെ ആളുകളുടെ, കമ്പനിയുടെ അകത്തുള്ള മെമ്പേഴ്സിന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. അതേപോലെ തന്നെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മെമ്മറാൻഡത്തിൽ പറയാത്ത ഒരു കാര്യങ്ങളും ഒരു കമ്പനിക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ മെമ്മറാൻഡത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടായിരിക്കും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിരിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി next we'll be looking into the structure of articles of association. Yesterday we have discussed about the paragraphing and numbering of the particular memorandum of association. അതേപോലെ തന്നെയാണ് ഇവിടെയും വ്യത്യാസമൊന്നുമില്ല. മെമ്മറാൻഡം പോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും
പാരഗ്രാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കോൺസിക്യൂട്ടീവ് ആയിട്ട് നമ്പർ ഇട്ട് ഓരോ മെമ്പേഴ്സും എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും പേര് സൈൻ ചെയ്യുക തന്നെ വേണം. അത് വെറുതെ സൈൻ ചെയ്താൽ പോരാ. ഈച്ച് ആൻഡ് എവറി സബ്സ്ക്രൈബർ സിഗ്നേച്ചർ മസ്റ്റ് ബി അറ്റസ്റ്റ് ബൈ വിറ്റ്നസസ് അല്ലേ, സാക്ഷി ഒപ്പിടുകയും വേണം. ആൻഡ് ഫൈനലി ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ദി ആർട്ടിക്കിൾ ഷാൽ ബി പ്രിന്റഡ്. Next topic is about entrenchment of articles. The word entrenchment means to establish an attitude, habit or belief so firmly that change is very difficult or unlikely. അതായത് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത് അത്ര എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എൻട്രഞ്ച് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എൻട്രഞ്ച്മെന്റ് ഓഫ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യങ്ങളുടെ മാറ്റങ്ങൾ, ഓൾട്ടറേഷൻസ് വരുത്തുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. This is actually a new concept introduced by 2013 Companies Act. അതിന് മുന്നേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്റെ തിരുത്തലുകളെ പറ്റി പല കോൺട്രവേഴ്സീസും ഉണ്ടായിരുന്നു. മാത്രമല്ല ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു കമ്പനിക്ക് നിർബന്ധമാണോ എന്നുള്ളതിനെ പറ്റി പോലും കോൺട്രവേഴ്സീസ് ആ സമയത്ത് നിലനിന്നിരുന്നു. പക്ഷെ 2013 Companies Act വന്നതിന് ശേഷം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എല്ലാ കമ്പനീസിനും ആവശ്യമാവുകയും അതുപോലെ തന്നെ ആ ആർട്ടിക്കിൾസിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റിയും കുറച്ച് തീരുമാനങ്ങളായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാറ്റങ്ങൾ വരുത്തുക എന്ന് ചോദിച്ചാൽ, ഓൾറെഡി നമ്മൾ ആദ്യമേ ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ, ഭാവിയിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആവശ്യം വരാവുന്ന ഏരിയാസിന് ഓരോ പ്രൊവിഷൻസ് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യണം. അത്തരത്തിലുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾസിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റുള്ളൂ. സോ എങ്ങനെയാണ് തിരുത്തൽ വരുത്തുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയാണ്. ഒന്ന്, പ്രൈവറ്റ് കമ്പനി ആണ് എങ്കിൽ എല്ലാ മെമ്പേഴ്സും അംഗീകരിച്ചുകൊണ്ട്, എല്ലാ മെമ്പേഴ്സും എഗ്രി ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾസിൽ ഒരു അമെന്റ്മെന്റ്, ഒരു തിരുത്തൽ വരുത്താം. എല്ലാ മെമ്പേഴ്സും എഗ്രി ചെയ്താൽ മാത്രം മതി. ഇനി ഇൻ കേസ് ഓഫ് എ പബ്ലിക് കമ്പനി അവിടെ ഒരു വ്യത്യാസമുണ്ട്. എല്ലാവരും അംഗീകരിച്ചാൽ മാത്രം പോരാ, ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ആക്കുകയും കൂടെ വേണം. എങ്കിൽ മാത്രമേ ആർട്ടിക്കിൾസിൽ തിരുത്തലുകൾ വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത് രണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി വി ഹാവ് ടു ഡു വൺ തിങ്. വെൻ ദ കമ്പനി ഈസ് ഫോംഡ് വി ഹാവ് ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ദി ഓൾട്ടറേഷൻസ് ഇൻ ദി ആർട്ടിക്കിൾസ്. ആദ്യമേ തന്നെ പ്രൊവിഷൻസ് ഉണ്ടാക്കുകയും ആ പ്രൊവിഷൻസ് നമ്മൾ രജിസ്ട്രാർക്ക് ഒരു നോട്ടീസ് കൊടുത്ത് ആദ്യമേ അറിയിക്കുകയും വേണം. ഞങ്ങൾ ഭാവിയിൽ ഇന്ന ഏരിയാസിൽ ചേഞ്ചസ് വരുത്താൻ സാധ്യതയുണ്ട് എന്ന് ഒരു പ്രൊവിഷൻ വെക്കുകയും ആ പ്രൊവിഷൻ ഒരു നോട്ടീസ് ആയിട്ട് രജിസ്ട്രാറിനെ അറിയിക്കുകയും വേണം. അത്തരത്തിൽ ഓൾറെഡി രജിസ്ട്രാറിനെ അറിയിച്ചിട്ടുള്ള പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ള ഏരിയാസിൽ മാത്രമേ മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ആ മാറ്റങ്ങൾ വരുത്തുന്നതിനെ ഒരു കോൺസെപ്റ്റ് ആണ്, ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് എൻട്രഞ്ച്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ്, ആ ഒരു വാക്ക്, ആ ഒരു കോൺസെപ്റ്റ് ഓർത്തിരിക്കുക, എൻട്രഞ്ച്മെന്റ് ഓഫ് ആർട്ടിക്കിൾസ്. Nextly, we'll be moving to the topic contents of articles. You have to refer your textbook here because there are lot of contents to be included in an articles. നമ്മൾ ഇന്നലെ memorandum of association നമ്മൾ പഠിച്ചു. അവിടെ major ആയിട്ടും we were discussing about 5 to 6 contents in a memorandum of association in the form of different clauses. But here the case is little different. ഇവിടെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള details, rules and regulations articles of association പറയുന്നുണ്ട്. And you can see in your textbook almost 20 above topics അവിടെ പറയുന്നുണ്ട്. ജസ്റ്റ് എന്തിനൊക്കെ പറ്റിയാണ് ആർട്ടിക്കിൾസിൽ പറയുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ യൂഷ്വലി കണ്ടെയ്ൻ പ്രൊവിഷൻസ് ഓർ റൂൾസ് റിലേറ്റിംഗ് ടു ഷെയർ ക്യാപിറ്റൽ, rights of shareholders, variations of rights of shareholders, then about payment of commission, then calls on share, transfer of shares, transmission of shares, then forfeiture, conversion of shares into stock, then alteration of capital, then it also deals with the general meetings and proceedings, then voting rights of members, voting and poll, proxies, then directors and their appointment, directors and their remuneration and qualifications of directors, powers of board of directors, appointment of manager, appointment of secretary, dividends, then capitalization of profit, and even winding up. They also deals with the rules and regulations relating to winding up of a company. അപ്പോൾ ഒരു കമ്പനി
ക്യാപിറ്റൽ റേസ് ചെയ്ത് തുടങ്ങുന്നത് തൊട്ട് ആ കമ്പനി അവസാനിക്കുന്ന വൈൻഡപ്പ് ചെയ്യുന്നത് വരെയുള്ള പല കാര്യങ്ങളുടെയും റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊവിഷൻസിനെ ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറെ പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ഓർത്തിരിക്കുക എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ആർട്ടിക്കിൾസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഈ മേൽപ്പറഞ്ഞ കണ്ടന്റ്സ് അല്ലാതെ ഒരു പ്രൈവറ്റ് കമ്പനി ആണ് എങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് ഒരു 3 കാര്യങ്ങളും കൂടെ അഡീഷണലി ആർട്ടിക്കിൾസിൽ ചേർക്കുന്നുണ്ട്. വൺ ഇസ് അബൌട്ട് the restrictions on the right to transfer shares. ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല പ്രൈവറ്റ് കമ്പനീസിന്. അതിനെ പറ്റിയുള്ള റെസ്ട്രിക്ഷൻസ്, അതിനെ പറ്റിയുള്ള റൂൾസും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. Second one limits the number of its members to 200. 200ൽ കൂടുതൽ മെമ്പേഴ്സ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വരാനായിട്ട് പാടില്ല. ആ ഒരു ലിമിറ്റേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ഫൈനലി prohibits any invitation to the public for purchase of shares or debentures of the company. ജനറൽ പബ്ലിക്കിലേക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് ഈ ഒരു കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് വിൽക്കാനോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വിൽക്കാനോ ശ്രമിക്കാൻ പാടില്ല. സോ ഇത്രയും ഈ ഒരു 3 കാര്യങ്ങളും കൂടെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവണം. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി കണ്ടന്റ്സ് ഓഫ് ആർട്ടിക്കിൾസ്. So I hope the concept of articles of association is clear for you, and in the previous class we have already discussed about the memorandum of association. So now we have to clearly state the difference between memorandum of association as well as articles. So ഒരു 6 ബേസിസിന്റെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ ഈ ഒരു ഡിഫറൻസിയേഷൻ പഠിക്കുന്നത്. The first one is nature of document. The memorandum of association is the charter of the company and defines the scope of its activities, whereas the articles of the company is a document which regulates the internal management of a company. അതായത് memorandum of association എന്ന് പറയുന്നത് ചാർട്ടർ ആണ്. ചാർട്ടർ മീൻസ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിനകത്ത് എന്താ പറയുന്നത്, ആ കമ്പനി അണ്ടർടേക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടാണ് മെമ്മറാണ്ടത്തിൽ പറയുന്നത്, അവരുടെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ അങ്ങനെയല്ല. ഇത് ഒരു കമ്പനിയുടെ അകത്ത് ആ കമ്പനി ഇന്റേണലി മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള റെഗുലേഷൻസും റൂൾസും ആണ് ആർട്ടിക്കിൾസിൽ പറയുന്നത്. സോ ദിസ് ഇസ് ഹൗ ദി നേച്ചർ ഓഫ് ദി ഡോക്യുമെന്റ് differs from the articles as well as the memorandum. The second one is relationship. Memorandum of association defines the relation of the company with outside world, whereas the articles deals with the rights of members of the company. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞു, മെമ്മറാൻഡം എന്ന് പറയുന്നത് പുറത്തുള്ള കമ്പനിക്ക് വെളിയിലുള്ള ആളുകളുമായിട്ടും ഔട്ട്സൈഡ് പാർട്ടീസുമായിട്ടാണ് അവിടെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കമ്പനിയെയും പുറത്തുള്ള ലോകത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആർട്ടിക്കിൾസ് അങ്ങനെയല്ല. കമ്പനിയുടെ അകത്തുള്ള കാര്യങ്ങളും കമ്പനിയുടെ അകത്തുള്ള മെമ്പേഴ്സും അവരുടെ അവകാശങ്ങളും ഒക്കെയാണ് articles of association പറയുന്നത്. So there is a difference in the relationship also. The third one is status. അത് ഞാൻ പറഞ്ഞു, ഇവിടെ ആരാ വലുത്? മെമ്മറാൻഡം ആണ് ഇവിടുത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് സുപ്രീം ഡോക്യുമെന്റ്. മെമ്മറാൻഡത്തിനെ സബോർഡിനേറ്റ് ചെയ്ത് മാത്രമേ ആർട്ടിക്കിൾസ് വരുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ആർട്ടിക്കിൾസിന് തിരിച്ച് മെമ്മറാൻഡത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സിന് ആർട്ടിക്കിൾസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ ബിഗസ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് പ്രൈമറി വൺ ഇസ് മെമ്മറാൻഡം ആൻഡ് ദ സെക്കൻഡറി വൺ ഇസ് ആർട്ടിക്കിൾസ്. അവിടെ നിങ്ങൾ യു ക്യാൻ യൂസ് ദ വേർഡ് സുപ്രീം ആൻഡ് subordinate. The supreme or senior one is memorandum and the subordinate one is article. This is the third difference. The fourth one is need for filing of documents. അതായത് ഈ ഒരു മെമ്മറാൻഡം ഓഫ് അസോസിയേഷനും അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും വേണോ വേണ്ടയോ എന്നുള്ളതാണ്. മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ ഇസ് മസ്റ്റ് ഫോർ എവറി കമ്പനി. അത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഒരു സംശയമില്ല, എല്ലാ കമ്പനീസിനും മെമ്മറാൻഡം ഓഫ് അസോസിയേഷൻ വേണം. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആക്ച്വലി 2013 കമ്പനീസ് ആക്ട് വരുന്നതിന് മുൻപ് അതൊരു സംശയമായിരുന്നു. പല കോൺട്രവേഴ്സീസും കോൺട്രറി ആയിട്ടുള്ള ഒപ്പീനിയൻസും ആ സമയത്ത് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾസ് ഈ ഒരു കമ്പനി ആക്ട് പറയുന്നത് പോലെ തന്നെ ഫോർമാറ്റിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കീപ്പ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ആ സമയത്ത് ഒരു ചർച്ചയായിരുന്നു. പക്ഷെ പിന്നീട് 2013 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ടാവുമല്ലോ. അതായത് ആ ആക്ട് വന്നതിന് ശേഷം ആ ആക്ടിൽ കമ്പനി ആക്ട് 1956 അല്ല, കമ്പനീസ് ആക്ട് 2013 രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികൾക്കും ഈ പറയുന്ന ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അപ്ലൈഡ് ആയിരുന്നു. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും വേണമെന്ന് തന്നെയാണ് പറയുന്നത്.
The fifth one is alterations. മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ ഇല്ലയോ? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റില്ല. മെമ്മറാണ്ടത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആദ്യം കമ്പനീസ് ആക്ടിൽ മാറ്റം വരുത്തണം. കമ്പനീസ് ആക്ടിൽ പറയുന്ന പ്രകാരമാണ് മെമ്മറാണ്ടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് ഒരു നിയമം മാറ്റുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണോ? അതൊരു കമ്പനിയോ രണ്ട് കമ്പനിയോ വിചാരിച്ചാൽ നടക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്ടിൽ മാറ്റം വരാതെ മെമ്മറാണ്ടത്തിൽ ഒരിക്കലും മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ ആർട്ടിക്കിൾസിൽ അങ്ങനെയല്ല. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബൈലോസ് അനുസരിച്ച്, ഒരു കമ്പനിയുടെ നിയമം അനുസരിച്ചാണ് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മാറ്റങ്ങൾ വരുത്താം. എങ്ങനെയാ മാറ്റങ്ങൾ വരുത്തുന്നത്? അതാണ് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത്, entrenchment of articles. How we can alter an articles of association. In case of a private company, only thing is ഒരു എല്ലാ മെമ്പേഴ്സും ഒരുമിച്ച് എഗ്രി ചെയ്തുകൊണ്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മാറ്റം വരുത്താം. പബ്ലിക് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയും വേണം. ഇത് രണ്ടും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനീഷ്യലി വി ഹാവ് ടു മേക്ക് എ പ്രൊവിഷൻ ഫോർ ദി ഓൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ചേഞ്ചസ് വരുത്താനായിട്ട് പറ്റും. ലാസ്റ്റ് വൺ, വാട്ട് ഇസ് ദ ലീഗൽ ഇഫക്റ്റ്? ലീഗൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനിക്ക് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ പറയുന്നതിൽ അപ്പുറമുള്ള ഒരു കാര്യങ്ങൾ, മെമ്മറാണ്ടത്തിൽ പറയുന്ന പ്രൊവിഷൻസിൽ നിന്നും ഡിപ്പാർട്ട് ചെയ്ത് വേറെ രീതിയിൽ സഞ്ചരിക്കാനായിട്ട് സാധിക്കില്ല. മെമ്മറാണ്ടം എന്താണോ പറയുന്നത് അതനുസരിച്ച് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അതല്ല എങ്കിൽ അൾട്രാ വയേഴ്സ് ദ കമ്പനി എന്നുള്ളൊരു സാഹചര്യം വരും. അൾട്രാ വയേഴ്സ് മീൻസ് ബിയോണ്ട് ദ പവേഴ്സ് എന്നാണ് അർത്ഥം. ഇൻട്രാ വയേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് ഒരു ആർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കിൾസിനകത്ത് പറയുന്ന പ്രൊവിഷൻസ് കറക്റ്റ് ആയിട്ട് അനുസരിച്ചില്ല, അതിൽ എന്തെങ്കിലും മാറ്റം വന്നു പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മെമ്മറാണ്ടത്തിൽ പറയുന്നതിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. ആർട്ടിക്കിൾസിൽ പറയാത്തതും മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുമുള്ള പ്രൊവിഷൻസ് ആണെങ്കിൽ ഒരു കമ്പനിക്ക് അത് ചെയ്യാവുന്നതാണ്. that will comes under only intra wires the company. ആ ഒരു കണ്ടീഷനിലേ വരുള്ളൂ. just intra wires the memorandum. മെമ്മറാണ്ടത്തിന്റെ കൺട്രോളിനുള്ളിൽ അല്ലെങ്കിൽ പവേഴ്സിന് ഉള്ളിൽ വരുന്ന കാര്യങ്ങളും ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടില്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. മെമ്മറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാത്ത പക്ഷം നേരെ തിരിച്ച് നമ്മൾ മെമ്മറാണ്ടത്തിൽ പറയാത്ത കാര്യങ്ങൾ ഒരു കമ്പനി ചെയ്താൽ അത് സീരിയസ് ആയിട്ടുള്ള ലീഗൽ എഫക്ട്സ് ഉണ്ടാവും. കാരണം എന്താ, മെമ്മറാണ്ടം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് അനുസരിക്കാത്തതിന് തുല്യമാണ്. കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിലവിലുള്ള നിയമമാണ്. സോ അതിന്റെ ലീഗൽ എഫക്ട് വ്യത്യാസം ഉണ്ടാവും. സോ ഈ 6 കേസസിലാണ്, ഈ 6 ബേസിസിന് പുറത്താണ് ഈ രണ്ട് ഡോക്യുമെന്റ്സും തമ്മിൽ വ്യത്യാസം വരുന്നത്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. സോ ഓൺലി തിങ് ഇസ് നിങ്ങൾ മെമ്മറാണ്ടത്തിന്റെ കോൺസെപ്റ്റും ആർട്ടിക്കിൾസിന്റെ കോൺസെപ്റ്റും മനസ്സിലാക്കാം. ഈ ഒരു ഡിഫറൻസും കൂടെ മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ടിന്റെയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. So this is all about articles and also the difference between memorandum of association as well as articles of association. Thank you, students.